അള്ളാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അതുപോലെ വരച്ചു കാണിച്ച് ജീവിതം മെച്ചപ്പെടുത്തിയ മഹൽ വ്യക്തിത്വമായിരുന്നു മഹദിയായ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉപ്പ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജീവനാണ് ഫാത്തിമ ബീവിക്ക്. ആരാണ് ഉപ്പ? ലോകത്തിന്റെ നേതാവ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഉമ്മയാരാണ്? മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ശിക്ഷണത്തിൽ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ നടത്തത്തിലും ഭാവത്തിലും ഖദീജ ബീവി എങ്ങനെയാണോ ഒരു ഭർത്താവിനെ സ്നേഹിച്ചിരുന്നത്, അതേ കോലത്തിലും ഭാവത്തിലും എല്ലാം കണ്ടുപഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ കടന്നു വന്ന് മദീനയുടെ മണിമുത്തിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നുപോയ ഒരു പൊന്നുമോളായിരുന്നു മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ എന്ത് സ്നേഹമാണെന്നറിയോ? മുത്ത് റസൂലിൻ പൂമകളല്ലേ ഫാത്തിമ, ജന്നത്തിലെ രാജാത്തി ഫാത്തിമ, മഹിളകൾ കത്താണിയല്ലേ ഫാത്തിമ, സ്വർഗത്തിലെ രാജാത്തി ഫാത്തിമ. നാളെ എന്റെ എല്ലാ ഉമ്മമാരുടെയും നേതാവാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൈചാർത്തുമായിരുന്നു. എന്തിനേറെ, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ പുടുത്ത കുടൽമാലയെടുത്ത് റസൂലുള്ളാഹിന്റെ കഴുത്തിട്ട് കൊടുക്കുമ്പോ ഓടി വരുന്ന മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നിട്ട് മുത്തുനബിയുടെ തോളത്തുള്ള ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ പുടുത്ത കുടൽമാല മാറ്റുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിൽ തുരുതുരാ മുത്തം കൊടുക്കുകയാണ്. ഹബീബെന്ന് പറഞ്ഞ ജീവൻ കൊടുത്ത മഹദിയാണ്. എന്തിനേറെ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മക്കയിലുള്ള ഒരുപാട് ആളുകൾ കടന്നു വന്നു. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ഒരുപാട് പ്രമാണിമാര് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ നബിയേ? സമ്പത്തുള്ള ഒരുപാട് ആളുകൾ വന്നു റസൂലുള്ളാഹിന്റെ മുമ്പിൽ, എനിക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത് തരുമോ എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചല്ലോ. റസൂലുള്ളാഹി തങ്ങൾക്ക് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അവസാനം അവിടെ ഒരു വാർത്തയാണ്, സയ്യിദുനാ അലിയൻ കറമഹുല്ലാഹ്, അലിയാര് തങ്ങളാണെങ്കിലോ നല്ല കറുപ്പുള്ള മനുഷ്യനാണല്ലോ, നല്ല കറുകറുത്ത മനുഷ്യനാണ്, മുടിയൊക്കെ ചുരുണ്ടുപോയ മനുഷ്യനാണ്. അങ്ങനെയുള്ള അലിയാര് തങ്ങളൊരു ഭാഗത്തിരിക്കട്ടെ. എന്തിനേറെ, അള്ളാന്റെ ഹബീബിന്റെ അതേ നടത്തമുള്ള ഫാത്തിമ, ഹബീബിന്റെ ചിരിയുള്ള ഫാത്തിമ, ഹബീബിന്റെ പുരികമുള്ള ഫാത്തിമ, റസൂലുള്ളാഹി തങ്ങള് നെഞ്ചത്ത് ചേർത്ത് വെച്ച ഫാത്തിമ. ആ ഫാത്തിമ ബീവി എന്ത് വെളുപ്പാണ്, എന്ത് സൗന്ദര്യമാണ്, എന്ത് അലങ്കാരമാണ്. മധുഹുരയും ആ ബീവി കാണാനോ ചേലാണ്, മുത്ത് റസൂലിൻ മിഴികൾ പോലതുമാണ്. കണ്ടാൽ പോവിതള ഫാത്തിമ മുത്ത് നബിയോ, മുത്ത് റസൂൽ പോകുന്ന നടത്തമിലാൽ ഫാത്തിമ പോകുമ്പോ തോന്നുന്നു എന്തൊരു ചേല്, നാളെ ജന്നത്തിൻ റാണിയ ഫാത്തിമയോര. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്തോ ഒരു രസമുള്ളവരാണെന്നറിയുമോ, എന്തോ സുഗന്ധമുള്ളവരാണെന്നറിയുമോ. മുത്തുനബിയെ പോലെ വർണ്ണനകൾ വർണ്ണിക്കാൻ ഒരുപാട് ഫാത്തിമ ബീവിക്കൊണ്ട്. അങ്ങനെ ഉള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആർക്കാണ്? അലിയാർ തങ്ങൾക്കാണ്. അലിയാർ തങ്ങൾക്ക് മുത്തുനബിയോട് ചോദിക്കണമെന്നുണ്ട്, നബിയേ ഫാത്തിമ ബീവി എനിക്ക് വിവാഹം കഴിച്ചു തരുമോ നബിയേ? അലിയാർ റളിയല്ലാഹു അൻഹുവിനെ
ഭയങ്കര ആഗ്രഹം. എന്ത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുക. അതെങ്ങനെ ചോദിക്കും? ലോകത്തിന്റെ രാജാവിന്റെ പുന്നാര മകളല്ലേ ഫാത്തിമ ബീവി, എങ്ങനാണ് ചോദിക്കുക? എങ്ങനാണ് ചോദിക്കുക അറിയില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി ഒന്ന് ചോദിക്കണം മുത്തുനബിയുടെ മുമ്പിൽ. എങ്ങനെ റസൂലുള്ളാഹിയോട് പറയുമെന്നറിയില്ല. പക്ഷെ ഇതെല്ലാം വായിക്കാൻ അറിവുള്ള നേതാവ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിച്ചറിഞ്ഞു. അകദാരിൽ ഏറ്റം പിരീശത്താലേ വരുന്നല്ലോ അലിയാരോടൊന്ന് മദീന നൂറും പറഞ്ഞല്ലോ. പൊന്ന് ആലിയേയൻ പൂമകളെ നിക്കാഹിന്ന സമ്മതമാണോ പറയൂ എന്നോട് ഇപ്പോഴ്. തലതാഴ്ത്തി പ്രിയരം അലിയോരും മങ്ങ് മൊഴിഞ്ഞല്ലോ. മുത്ത് ഹബീബോരെ പൂമകളെ ഉറച്ചല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, പൊന്നുമോളായ ഫാത്തിമ ബീവിയെ പറ്റിയിട്ട് അലിയാർക്ക് ചോദിക്കണമെന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അലിയോട് ചോദിച്ചു, അലിയേ, എന്റെ പൊന്നുമോള് ഫാത്തിമാനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ അലിയേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ അലിയോട് മുസ്തഫ നബി തങ്ങൾ ചോദിക്കുക, ഇഷ്ടാണോ? അല്ലെ, ഇന്നിപ്പോ സാധാരണ പെൺകുട്ടികളുടെ വീട്ടിൽ വന്നിട്ടാ ചോദിക്ക, എങ്ങനെയാണ്, ഇഷ്ടാണ്? അപ്പൊ എന്ത് ചെയ്യും? കാല് കൊണ്ട് തറയില് പറ. ഇന്നിപ്പോ തറയില്ല, പറയില്ല. ഇഷ്ടാണ്? ആ ഇഷ്ടാണ്, ഓക്കെ, ഇൻഷാല്ലാ നാളെ റാഹത്ത്, മറ്റന്നാ കല്യാണം. ഇവിടെ അലിയാരങ്ങൾ കാവുണ്ടറാവറയ്ക്കാണ് നാണം. അലിയാരങ്ങൾക്ക് നാണം വരികയാണ്. പക്ഷെ അലിയാര് സമ്മതിക്കുകയാണ്. അന്നതാ ഒരു ഉപ്പ വിളിക്കുന്നു, ആരെ? ഫാത്തിമ, പുന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ അരികത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, മോളെ, ഞാൻ ഒരു വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് മോളെ. അതാരും അറിയുമോ? ഈ ലോകത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സമ്പത്ത് കൊടുത്തവരുണ്ട്, അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുത്തവരുണ്ട്, അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ കൊടുത്തവരുണ്ടല്ലോ ഫാത്തിമ. പക്ഷേ പൊന്നുമോളെ ഫാത്തിമ, നിനക്ക് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് ആരെ എന്നറിയുമോ? സയ്യിദുനാ അലിയൻ കറമഹുല്ലാഹ്. അത് അലിയാർദങ്ങളെയാ. ഉപ്പയോട് വേണ്ടാന്ന് പറഞ്ഞില്ല. ഉപ്പാ, എനിക്കാ വിവാഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല, അല്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബിന്റെ മുഖത്ത് നോക്കി, ഉപ്പയാണല്ലോ, ഉപ്പയുടെ വാക്കിനെ അംഗീകരിക്കുകയാണ്. അംഗീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉടൻ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഉപ്പാ സമ്മതിച്ചു. ഉപ്പാ, കാരണം നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഒരുപാട് സമ്പത്ത് പാപപ്പെട്ട അലിയിനില്ല, വലിയ വലിയ കൊട്ടാരങ്ങളില്ല, വലുതായിട്ട് ഒന്നും തന്നെ അലിയാർക്കില്ല. ഫാത്തിമ, അന്നന്ന് ഇറങ്ങിപ്പോയാൽ കിട്ടുന്നത് കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവരാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സമ്മതിക്കുകയാണ്. അവിടുന്ന് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അലിയാർ പറഞ്ഞു, നബിയേ, ഒന്നുമില്ലല്ലോ നബിയേ, മഹർ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം അവിടുന്ന് കൊടുത്തത് എന്താണ്? സ്വലാത്താണല്ലോ. ഇതിന്റെ ഇടയിലൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല.
അള്ളാന്റെ ഹബീബ് ലോകത്തിന്റെ മണിമുത്ത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ സുന്ദരമായിട്ടുള്ള ജീവിതത്തിലൂടെ കടത്തിവിടുന്ന ഫാത്തിമ ബീവിയെ അങ്ങനെ സുന്ദരമായ വിവാഹം കഴിയുകയാണ്. ആദിരാത്രിയിൽ മണിയറയുടെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുന്ന ഫാത്തിമ അലിയാർ തങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് കുളിച്ചു വരുമ്പോ ഫാത്തിമ ബീവി വല്ലാതെ കരയുന്നുണ്ടല്ലോ. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് വന്നിട്ട് ചോദിക്കാണ്, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? ഞാൻ ഒരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ? ഞാൻ ഒരു സങ്കടത്തിൽ കഴിയുന്നത് കൊണ്ടാണോ? മുത്ത് റസൂലിന്റെ മുത്തേ പറയുമോ എന്ത് പിണഞ്ഞെന്ന് എന്നോട് ചൊല്ലുമോ? മുത്താറ്റൽ താഹാവ് എന്നിൽ ഇണയാക്കി തന്നുള്ള വേജാറിൽ ആണോ കരയുന്നേ? ഉടനടി ഫാത്തിമ ചൊന്നു, അതല്ലല്ലോ ഇവിടന്റെ പ്രിയത്തോഴർ അലിയാരും ഉണ്ടല്ലോ. ഏകാന്തമായുള്ള ഖബറിൽ ഒരാളില്ല, ഒറ്റയ്ക്ക് ഞാനങ്ങ് ചൊല്ലുന്നതോർത്തല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നിറഞ്ഞ മനസ്സോടെ വേദനയോട് ഓടിയിട്ട് കരയുന്ന കാണുമ്പോ അലിയാർ തങ്ങൾ ഓടിച്ചെന്നിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ ഞാൻ ഒരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ? ഒട്ടകത്തിന് പുല്ലെറിഞ്ഞു കൊടുക്കുന്ന ഒരാളുമായത് കൊണ്ടാണോ? അല്ല കറുകറുത്തു പോയത് കൊണ്ടാണോ? ഫാത്തിമ നിങ്ങളെപ്പോലെ സൗന്ദര്യം കുറഞ്ഞത് കൊണ്ടാണോ? ഫാത്തിമ ബീവി പറഞ്ഞു, അല്ല, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഒരിക്കലും നിങ്ങൾ എന്നോട് അങ്ങനെ പറയല്ലേ. എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് അല്ലാഹു തന്ന സൗഭാഗ്യമാണ്. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോ പറയാണ്, അലിയെ ഞാൻ കരഞ്ഞു പോയത് മറ്റൊന്നും കൊണ്ടല്ല. എന്റെ കണ്ണു നിറയാനുള്ള കാരണം ഇവിടെ നിങ്ങളുണ്ടല്ലോ, എന്റെ കൂടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, എന്നോടൊപ്പം നിങ്ങൾ വർത്തമാനം പറയുന്നുണ്ടല്ലോ. പക്ഷേ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് ഒരാളുമില്ലല്ലോ അലിയേ. അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്, അതറിഞ്ഞുകൊണ്ടാണ് സങ്കടപ്പെടുന്നത്, അതറിഞ്ഞുകൊണ്ടാണ് വിഷമത്തിലായത് എന്നവിടെന്ന് പറഞ്ഞു പോകുമ്പോ മുഅ്മിനെ നമ്മൾ കരയാറുണ്ടോ? എത്രയോ ദിവസങ്ങൾ കരണ്ട് പോയല്ലോ, ആ ഒരു സമയമെങ്കിലും നമുക്കൊന്ന് കരയാ നമ്മുടെ മനസ്സനുവദിച്ചിട്ടുണ്ടോ? നമുക്കതിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട മുഅ്മിനെ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു വരുമ്പോ ഈ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ പോകാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടി പൊട്ടി കരഞ്ഞു പോവുകയാണ്. മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മുത്തുനബിയുടെ കരളിന്റെ കഷണമായ ഫാത്തിമ മകൾക്ക് വിവാഹപ്രായമായപ്പോ തെരഞ്ഞെടുത്ത മഹാനായ അലിയാർ തങ്ങള് മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് വെക്കുമ്പോ എല്ലാം പതിവ് പോലെ അലിയാർ തങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൃത്യമായി എല്ലാ വീട്ടുജോലികളും ഒരുക്കുന്നുണ്ട്, എല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാനെ കുളിപ്പിച്ച് തലതോർത്തുന്നുണ്ട്, അവിടുന്ന് വസ്ത്രങ്ങളെല്ലാം ധരിപ്പിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ കുബൂസും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ മക്കളായ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇതാണ്. പക്ഷേ അലിയാർ റളിയല്ലാഹു അൻഹയെ കണ്ടുവെങ്കിലും ആ കണ്ട പാപം നടിച്ചിട്ടില്ല. എപ്പോൾ ചെന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഫാത്തിമ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാർ തങ്ങളെ ഒരല്പനേരമൊന്ന് കാണാതിരുന്ന വീടിന്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്ന ഫാത്തിമ ഇന്നതാ അലിയാർ തങ്ങൾ വരുമ്പോ
വീട് മുഴുവനും അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പോലെ വലിയ വീടൊന്നുമല്ലല്ലോ, ഉള്ള വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാനെ കുളിപ്പിച്ചു ഒരുക്കി അതിന്റെ ഇടയിൽ അവർക്ക് കുബൂസും ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് അലിയാർ തങ്ങൾ വരുന്നുണ്ട്. അലിയാർ തങ്ങളെ കണ്ടിട്ട് പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മൈൻഡ് ചെയ്തില്ല, കണ്ട പാപം പോലും നടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്ന ആളാണ്. എപ്പ കണ്ടാലും ഓടി വരുന്നവരാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഇന്നതാ അലിയാരെ കണ്ടിട്ട് പോലും അതാ കണ്ടവര് ഭാവം പോലും നടിക്കുന്നില്ല. എപ്പോഴും സ്നേഹം കൊടുക്കുന്നവർ, എപ്പോഴും ഇഷ്ടം കൊടുക്കുന്നവർ. അലിയാർ തങ്ങളൊന്നോടി വന്നാൽ ചേർത്ത് പിടിക്കുന്ന ഫാത്തിമ ഇന്ന് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോ അലിയാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ ഫാത്തിമ? ഇതാദ്യമായിട്ടാണല്ലോ ഫാത്തിമ. കേട്ടയുടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇതുപോലെ പറയുകയാണ്, അല്ലയോ അലിയേ, ഞാൻ ഒരു നല്ല വിരുന്നിന് വേണ്ടിയിട്ട് പോവാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളെയും മക്കളെയും തൽക്കാലം കൂട്ടൂല അലിയേ. ഞാൻ ഒരു യാത്രക്കൊരുങ്ങുകയാണ്. ഇനി ഒരു നല്ല ഒരു യാത്രയുണ്ട്. പക്ഷേ പോകുമ്പോ നിങ്ങളെയും അതുപോലെ മക്കളെയും കൂട്ടില്ല. അപ്പൊ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ എന്നെ കൂട്ടണ്ട ഫാത്തിമ, മക്കളെ കൂട്ടണ്ട ഫാത്തിമ. അല്ലയോ പ്രിയപ്പെട്ട ഫാത്തിമ, പോയാ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വന്നേക്കണേ ഫാത്തിമ. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാണ് മടക്കം ഫാത്തിമ? വളരെ സൗമ്യമായി ദേഷ്യമില്ലാതെ അലിയാർ തങ്ങൾ ചോദിക്കുമ്പോ, നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ അടിയും പിടിയും കൂടുന്നവരാണല്ലോ. ഇവിടെ അതാ നല്ല മനസ്സോടെ ചിരിച്ചിട്ട് ചോദിച്ചു, എപ്പോഴാണ് ഫാത്തിമ മടക്കം? ആ ഒരു സമയത്ത് പറഞ്ഞു, ഖിയാമത്ത് നാളെത്തുന്നത് വരെ ഞാന് മടങ്ങി വരില്ല. ഖിയാമത്ത് നാളെ വരുന്നത് വരെ ഞാൻ മടങ്ങി വരില്ലല്ലോ. മനസ്സിന് വല്ലാത്ത ഒരു വേദന അലിയാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയാന്തരങ്ങളിൽ ഇടിവെട്ടുന്നത് പോലെ, കുത്തേറ്റതുപോലെ തോന്നിപ്പോവുകയാണ്. അലിയാർ റളിയല്ലാഹു അൻഹു നിശ്ചലനായി നിൽക്കുകയാണ്. എന്താ ഫാത്തിമായി പറയുന്നത്? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ എന്റെ ഉപ്പാനെ സ്വപ്നം കണ്ടു അലിയേ. എന്റെ ഉപ്പാന്റെ അരികത്തേക്ക് ഞാൻ പോവുകയാണ് അലിയേ. അന്ന് ഫാത്തിമ ബീവി രണ്ടു വട്ടം ആദ്യം ഒന്ന് കരഞ്ഞു, പിന്നെ ഒന്ന് ചിരിച്ചു പോയല്ലോ. എന്തിനാണ് കരഞ്ഞതെന്നറിയോ? എന്തിനാണ് ചിരിച്ചതെന്നറിയോ? ആദ്യമായിട്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട അലിയേ, ആദ്യം ഞാൻ കരഞ്ഞത് എന്റെ പുന്നാര ഉപ്പ പോകുന്നത് കൊണ്ടാണ്. രണ്ടാമതെന്തിനാണ് ചിരിച്ചെന്നറിയോ? എന്റെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, മോളെ ഫാത്തിമ, ഞാനിവിടന്ന് പിരിഞ്ഞാൽ എന്നിൽ ആദ്യമായി വന്നു ചേരുന്നത് അത് നീയാണ് ഫാത്തിമ. ഞാനങ്ങ് പിരിഞ്ഞാൽ ആദ്യം എന്നിലേക്ക് വന്നു ചേരുന്നത് അത് നീയാണ് ഫാത്തിമ എന്നങ്ങ് പറഞ്ഞപ്പോ അലിയാർ തങ്ങളങ്ങ് വിറങ്ങലിച്ചു പോവുകയാണ്. വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലിയാർ തങ്ങള്. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ ഞാനില്ലാത്തത് പോലെയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഫാത്തിമ? ഫാത്തിമ 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 നിങ്ങൾ പോയാൽ പിന്നെ എനിക്കാരാ? പിന്നെ ഞാനില്ലാത്തത് പോലല്ലേ ഫാത്തിമ? ഫാത്തിമ നിങ്ങളില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നിങ്ങളുമില്ല. അത്രയും സ്നേഹം ഖൽബിന്റെ ഉള്ളിൽ ചൊരിഞ്ഞു കൊടുത്തവരായിരുന്നു ഫാത്തിമ ബീവി. രണ്ടു മക്കളെ സമ്മാനിച്ചു, രണ്ടു മക്കളെ ചേർത്ത് പിടിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മക്കളെ രണ്ടുപേരെയും വിളിച്ചു മടിയിലിരുത്തി. പുന്നാര മക്കളെ,
ഓടി വന്നു. ഉമ്മ എവിടെ കിടക്കുന്നത് അറിയുന്നില്ലല്ലോ. ഉമ്മയുടെ അരികത്തേക്ക് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ ഓടി വരികയാണ്. പുന്നാര മക്കളെ ഫാത്തിമ ബീവി മടിയിലേക്ക് പിടിച്ചിരുത്തി. കുഞ്ഞുമക്കള് ചിരിക്കുന്നുണ്ട്. ഉമ്മ ഇത് അവസാനത്തെ ഇരുത്തമാണ്. ഉമ്മയുടെ മടിത്തട്ടിലുള്ള അവസാനത്തെ ഇരുത്തമാണിത്. പുന്നാര മക്കൾ അറിയുന്നില്ലല്ലോ, പൊന്നുമക്കൾ അറിയുന്നില്ല. ഇതിന്റെ ഉമ്മയുടെ മടിത്തട്ടിലുള്ള അവസാനത്തെ ഇരുത്തമാണെന്ന്. മടിയിലിരുന്നൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്ക് ഫാത്തിമ ബീവിയുടെ കണ്ണുകളങ്ങ് നിറഞ്ഞൊഴുകി. പൊന്നേ കനിമോനെ കരഞ്ഞിടല്ലേ, മനസ്സോ പിടഞ്ഞതാ പൊടിഞ്ഞിടല്ലേ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മടിത്തട്ടിലേക്ക് വെക്കുമ്പോൾ ആ പൊന്നുമക്കളുടെ പൂമുഖത്തേക്കങ്ങ് നോക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണങ്ങ് നിറഞ്ഞങ്ങ് ഒഴുകുകയാണ്. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകി വരികയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് ഒരു ഭാഗത്തലയാരുതങ്ങൾ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നുണ്ട്. മരണം വരുമെന്നറിയാം. പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയുമോ? അലിയാർ തങ്ങളുടെ കവിളങ്ങ് നിറഞ്ഞൊഴുകി, കണ്ണുനീര് ധാരധാരയായി വന്നു. ഫാത്തിമ, നീ പോവുകയാണല്ലേ ഫാത്തിമ? നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ട്. തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണേ ഫാത്തിമ. പിന്നെ ഫാത്തിമ, നിങ്ങളുടെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നെപ്പറ്റി പരാതി പറഞ്ഞേക്കരുതേ ഫാത്തിമ. ഞാനൊരു പാപമാണ്, ഞാനൊരു പാപമാണ്. നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോ നന്മകളും തിന്മകളൊക്കെ കൂട്ടുമ്പോ ഈ പാപപ്പെട്ടവരെ കൂടെ ഓർക്കണേ ഫാത്തിമ. പ്രിയമുള്ളവരെ, അങ്ങനെയതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നല്ലതുപോലെ കുളിച്ചു ഒരുങ്ങി ഫാത്തിമ ബീബി കിടക്കുകയാണ്. ആ കിടത്തത്തിൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇതിന്റെ ഇടയിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഒരു ഉത്തമയായ ഭാര്യയാണ്, ഉദാത്തമായ ജീവിതമാണ്. അവരുടെ ജീവിതം മുറുകെ പിടിക്കാൻ നാഥനായ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരുടെ ഈ വഫാത്തിന്റെ ബറക്കത്തിന്റെ ഈ ദിവസം കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാര്, അവരുടെയൊക്കെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വീടാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ പാഴാക്കല്ല റഹ്മാനേ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, ജീവിതത്തിൽ ഖൈറായ വഴികളെ കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, വേദനപ്പെടുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാര് സഹോദരങ്ങൾ പലരും വിട പറഞ്ഞു പച്ച മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലാണ് റബ്ബേ. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളെ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ അർശിന്റെ തണൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ നേരം പോക്കാക്കുന്ന, രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന മാലാകമാരെ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ,
പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് പല പല ആഗ്രഹങ്ങൾ കൊണ്ടവര് കമന്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അറിയുന്ന റബ്ബേ, അവരെന്തൊക്കെയാണോ കമന്റിലൂടെ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞത് അതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ, പ്രതിഫലം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, സങ്കടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ കൊടുത്ത് കഷ്ടത്തിലാക്കല്ല പടച്ചോനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.